أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. സയ്യിദുനാ ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുഅ്മിനൂന്റെ ആരംഭ വചനങ്ങൾക്ക് നൽകിയ ഒരു വ്യാഖ്യാനമാണ് ഇനിയുള്ള അടുത്തത് 4 ദിവസം നടക്കുക. ഇബ്രാഹിം അഹമ്മദിന്റെ 5-ാം വാള്യം അവസാന ഭാഗത്താണ് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വേറൊരു ആക്ഷേപകന് മറുപടി നൽകി അതിനിടയിൽ പറഞ്ഞ ഒരു വ്യാഖ്യാനമാണ്. ഇതില് നമ്മുടെ ജീവിതത്തില് പലർക്കും ഈ ആത്മീയമായ ജീവിതത്തില് അതാണോ ആദ്യം ഇതാണോ ആദ്യം എന്നുള്ളൊരു ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പം എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാത്ത ഇതുണ്ടാവും. അപ്പൊ ആത്മസംസ്കരണത്തിന്റെ മാർഗത്തിൽ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഒരു പ്രവർത്തന രൂപരേഖ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത് നമ്മുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് എപ്പോഴും അവലോകനം ചെയ്യാൻ കൂടി പര്യാപ്തമായ നിലയിലാണ് മസീഹ് മൗഊദ് വിവരിച്ചിട്ടുള്ളത്. നമ്മുടെ ഏത് നിലയിലാണ് നമ്മളുള്ളതെന്ന് അളന്നു നോക്കാൻ കൂടെ കഴിയുന്ന വിധത്തിൽ അതിന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു ആത്മീയ ലോകത്ത് പുരോഗതിയുടെ അഷ്ടപദവികൾ, അതായത് 6 പദവികൾ എന്ന നിലയിലാണ് അതിന് വിവരിച്ചിട്ടുള്ളത്. തുടങ്ങുന്നത് എങ്ങനെയാണ്? जैसा कि हम ऊपर बयान कर चुके कि ज़ाहिर है कि पहला मर्तबा रूहानी तरक्की का ये है कि जो इस आयत में बयान फरमाया गया है, क़द अफ़लहल मुअ्मिनून अल्लज़ीना हुम फ़ी सलातिहिम ख़ाशिഊൻ. ഞാൻ മുമ്പ് വിവരിച്ചു വന്നതുപോലെ ആത്മീയ ജീവിതത്തിൽ 6 പദവികൾ, 6 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ പടിയായിട്ട് വിശുദ്ധ ഖുർആൻ വിവരിച്ചത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്നാണ്. यानी वो मोमिन नजात पाके जो अपनी नमाज और याद इलाही में खुशू और फरोतनी इख्तियार करते हैं. അതായത് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞു, അവർ വിജയിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾ തങ്ങളുടെ നമസ്കാരങ്ങളിലും ദൈവിക സ്മരണകളിലും ഖുശൂ എന്ന അവസ്ഥ, അതായത് ആർദ്ര മനസ്സോടുകൂടി കരയുന്ന നില, അതിലെന്താണ് അവസ്ഥ എന്നുള്ളത് പിന്നീട് വിവരിക്കും. സാധാരണ ഒറ്റവാക്ക് പറഞ്ഞ ആർദ്ര മനസ്സോടുകൂടി കരയുന്നൊരവസ്ഥ കൈവരിക്കുകയും അതേപോലെ തന്നെ അങ്ങേയറ്റം വിനയാന്വിതമായ ഒരു നില കൈവരിക്കുകയും ചെയ്യുന്നവരാണ് നമസ്കാരം. അവർ ആദ്യമായിട്ട് അവർക്ക് കിട്ടേണ്ടത് ആത്മീയ ജീവിതത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും അതേപോലെ തന്നെ നമസ്കാരങ്ങളിലും കരയുന്ന ഒരവസ്ഥയും വിനയാന്വിതമായിട്ട് കുനിയുന്ന ഒരവസ്ഥയും അവർക്കുണ്ടാകുന്നു. और दिक्कत और गुदात से जिक्र इलाही में मशगूल होते हैं. തേങ്ങുന്ന അവസ്ഥയിലും പൊരിയുന്ന, അതായത് കത്തിജ്വലിക്കുന്ന അവസ്ഥയിലും അള്ളാഹുവിന്റെ ഓർമ്മയിൽ അവർ നിമഗ്നരായി മാറുന്നു. उसके मुकाबिल पर पहला मर्तबा जिस्मानी नशोनुमा का जो आयत में जिक्र किया गया है, यानी सुम्मा जअलनाहु नुत्फतन फी क़रारिन मकीन, यानी फिर हमने इंसान को नुत्फा बनाया और वो नुत्फा एक महफूज जगह में रखा. അതിന് നേരെ പകരമായിട്ട് അതേ സ്ഥാനത്ത് മറ്റൊരു ഭാഗത്ത്, അതിന്റെ ഒരു ഭാഗത്ത് ആത്മീയമായ ഉയർച്ചയും മറുഭാഗത്ത് ഭൗതികമായ ഒരു മനുഷ്യന്റെ ഒരു ഉയർച്ചയുടെ ആരംഭദശയെ കുറിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞത് സുമ്മ ജഅൽനാഹു ഫീ നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ, നാം അവനെ ആദ്യമായിട്ട് രേതസ്കണമാക്കി മാറ്റി. അതായത് ഒരു ജന്മത്തിന്റെ ആരംഭം രേതസ്കണത്തിൽ നിന്നാണ്, ബീജമായിരുന്നു. ആ രേതസ്കണത്തെ നാം സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് വെച്ചു. तो खुदा ताला ने आदम की पैदाइश के बाद पहला मर्तबा इंसानी वजूद का जिस्मानी रंग में नुत्फा करार दिया है. അതായത് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീടുള്ള സൃഷ്ടിപ്പിൽ മനുഷ്യജീവിതത്തിന്റെ പ്രഥമഘട്ടം രേതസ്കണത്തെയാണ് എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. और जाहिर है कि नुत्फा एक ऐसा तोहम जो इजमाली तौर पर मजमूअन तमाम कुवा और सिफात और अज़ाए अंदरूनी और बैरूनी और तमाम नक्शो निगार का होता है, जो 5वीं दर्जे पर मुफस्सिल तौर पर जाहिर हो जाते हैं. വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ
രേതസ്കണം ഒരു ബീജത്തിന്റെ നിലയാണ്, അതായത് പിന്നെ വിത്തിന്റെ ഒരു സ്ഥലമാണ്, പിന്നെ സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. അതിനകത്ത് മനുഷ്യന്റെ 5ാമത്തെ ഘട്ടത്തിൽ, അതായത് ഗർഭസ്ഥ ശിശുവിന്റെ 6 ഘട്ടങ്ങളുള്ള വളർച്ചയെ കുറിച്ചാണ് സത്യമനസ്സിലാക്കാൻ പ്രതിപാദിക്കുന്നത്. ആ ഗർഭസ്ഥ ശിശുവിന്റെ 5ാമത്തെ ഘട്ടത്തിലാണ് അതൊരു കുട്ടിയുടെ രൂപത്തിലേക്ക്, അതിനുള്ള യഥാർത്ഥത്തിലുള്ള രൂപങ്ങൾ വെളിപ്പെടുന്നത്. അതിനു മുമ്പുള്ള എല്ലാവിധത്തിലുള്ള ആ വെളിപ്പെടുന്നതിന് ശേഷം അതിന്റെ ജീവിതത്തിൽ അവസാനം വരെ വരാവുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നെ ഒരു സംക്ഷേപം അതിന്റെ രൂപത്തിന്റെ അവസ്ഥയിലും അതിന്റെ ശക്തിയുടെ അവസ്ഥയിലും അതിന്റെ ഗുണങ്ങളുടെ അവസ്ഥയിലും അതിന്റെ ആന്തരിക അവയവങ്ങളും ബാഹ്യമായിട്ടുള്ള അവയവങ്ങളിലും അതേപോലെ തന്നെ അതെങ്ങനെയാണ് അതിന്റെ ആകൃതി ഉണ്ടാകേണ്ടതും എല്ലാം തന്നെ ആ രേതസ്കണത്തിൽ അല്ലാഹു നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുന്നു. और छठे दर्जे पर आत्मा और अकमल तौर पर उनका ज़हूर होता है. അത് 6ാമത്തെ ഘട്ടത്തിലേക്കുമ്പോൾ അതിന്റെ പൂർണ്ണവും സമ്പൂർണവുമായ നിലയിൽ, അതിന്റെ പിന്നെ പരിപൂർണവുമായ നിലയിൽ അത് പ്രകടമാകുന്നു. ബാക്കി തമാം ദർജാത്തെ ज़्यादा മാരിദ് ഖത്തർ में है. എന്നാൽ ഈ ബീജം ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജന്മത്തിൽ ആദ്യത്തെ ഘട്ടം മറ്റെല്ലാ ഘട്ടങ്ങളെ അപേക്ഷിച്ചിട്ടും വളരെയധികം അപകടങ്ങൾ തരണം ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. ഇനി വസീമുൽ ഉസ്താദ് നിന്ന് കുറെ പറഞ്ഞു, ഞാൻ ഉറുദു രണ്ടുകൂടെ ഒന്നിച്ചു പോയ ടൈം കൂടുതൽ എടുക്കും വിചാരിച്ച് അതെടുത്ത് പറയാം. ഈ ആത്മീയമായിട്ടുള്ള അവസ്ഥയുടെ തുടക്കത്തിൽ മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും അഥവാ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴും യഥാർത്ഥത്തിലുള്ള തേങ്ങുന്ന പിന്നെ അവസ്ഥ അവന് കൈവരിക്കണം. അതാണ് സത്യം. അതായത് ഇപ്പം തേങ്ങുമ്പോൾ അവനുണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് പിന്നെ ഓർത്ത് കരയുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി ഉണ്ട്. അത് ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ബീജം പോലും ആകാത്ത ആത്മീയ ജീവിതം. അതൊരു ഗർഭസ്ഥ ശിശുവിന് ബീജം അല്ലെങ്കിൽ പിന്നെ വേറൊന്നുമില്ല, അതിന് തുടക്കത്തിലേ ഇല്ലാത്തതാണ്. അപ്പൊ നമസ്കാരത്തിൽ ആ തേങ്ങല് കിട്ടുക എന്നുള്ളതാണ് ആദ്യം ഒരാൾക്ക് കിട്ടേണ്ട അനുഭൂതി. അതിനെ വസീമുൽ ഉസ്താദ് വിവരിക്കുന്നത്, പിന്നെ ഒരു ബീജം ഇതിന്റെ തുടക്കത്തിൽ ആ ബീജം പിന്നെ സ്ഖലനം സംഭവിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരനുഭൂതി, ഇണചേരുമ്പോഴുണ്ടാകുന്ന ഒരനുഭൂതി, അതേപോലുള്ള ഒരു അനുഭൂതി അള്ളാഹുമായിട്ട് ഇണചേരുന്ന വിധത്തിലുള്ള ഒരു അനുഭൂതി ഉണ്ടായിരിക്കണം. ഇതില്ലാതെ പിന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഇണചേരുന്നതിന് മനുഷ്യന് വെച്ചിട്ടുള്ളത് അനുഭൂതിയാണ്. അനുഭൂതി ഇല്ലെങ്കിൽ ആരും ഇണചേരില്ല. അത് പിന്നെ സന്താന പരമ്പര നിലനിൽക്കണമെന്ന് വിചാരിച്ച് ആരും ഇണചേരാൻ പോകാറില്ല. പക്ഷെ അതേ സമയത്ത് ആ അനുഭൂതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അനുഭൂതിയുടെ പരിണിതിയാണ്, അതിനുശേഷം പിന്നെ ഉണ്ടാകുന്നതാണ് സന്താനലബ്ധി എന്നുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടി മനുഷ്യന്റെ പിന്നെ ജന്മസിദ്ധമായിട്ട് മനുഷ്യൻ നൽകിയിട്ടുള്ള ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയാണ് അവൻ യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ ആദ്യം കിട്ടുന്നത്. അത് ഒറിജിനലല്ല. അതിനെക്കുറിച്ച് പിന്നെ മനുഷ്യന് പിന്നെ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മനുഷ്യനുണ്ടാകുന്ന അനുഭൂതി അവന്റെ പ്രകൃതിയിൽ അള്ളാഹു നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഒന്നാണ്. ഇതേപോലെ തന്നെ നമസ്കാരത്തിലുള്ള അനുഭൂതിയും അവന്റെ പ്രകൃതത്തിൽ തന്നെ അള്ളാഹു നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അതിനവനെ ഉത്തേജിപ്പിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പിന്നെ ഭൗതികമായ ജീവിതത്തിൽ അനുഭൂതിക്ക് അവൻ പെട്ടെന്ന് വരുന്ന ഒന്നല്ല എന്നുള്ളത് പോലെ തന്നെ അത് ഒരുപാട് സമയത്ത് അതിന് ചിന്തയും അത് ആ നിലക്കുള്ള ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തുമ്പോഴാണ് വരുന്നത്. ഇതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും നമസ്കാരത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള നോമ്പെടുക്കും പിന്നെ ഒളു ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അത് വിക്രയിലായി നിമഗ്നമായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ നമസ്കാരത്തിൽ കിട്ടുന്ന അനുഭൂതി. അതുപോലെ ഒറ്റയടിക്ക് കയറി ഉടനെ നമസ്കരിക്കാൻ നമുക്ക് കിട്ടുന്നതല്ല. ഇതും പിന്നുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ പിന്നെ അധികവും പിന്നെ കരച്ചിൽ നമസ്കാരത്തിൽ കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതൊരു പിന്നെ ഏറ്റവും പാരമ്പര്യയിലുള്ള നിലയാണെന്ന് കരുതാൻ പറ്റില്ല, പ്രഥമ നിലയാണ്. അത് അനിവാര്യമാണ്. അതില്ലാതെ ഒരിക്കലും അവന് മുമ്പോട്ട് പോകാൻ നിവർത്തിയില്ല. പക്ഷെ അതല്ല അതിന്റെ പാരമ്പര്യയിലുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കണം. വേദസ്കണം പലപ്പോഴും അത് പിന്നെ എല്ലാ അനുഭൂതികളോട് കൂടി തന്നെ അതിന്റെ സ്ഖലനം സംഭവിക്കുന്നെങ്കിലും പിന്നീട് അത് നശിച്ചു പോകാറുണ്ട്. പല വിത്തും പിന്നെ ഇട്ടത് കാക്ക കൊണ്ടുപോവാ, അതല്ലെങ്കിൽ വിത്തിൽ തന്നെയും അതിന് ബലക്ഷയം ഉണ്ടായിരിക്കാം. അത് പിന്നെ ബീജം രണ്ടാമത് മുളച്ചു കൊണ്ടാൻ പറ്റാത്ത വിധത്തിലായിരിക്കാം. അതേപോലെ തന്നെ ഈ വിത്ത് പിന്നെ പാകി എന്നുള്ള ഒറ്റ കാരണത്താലും അത് മുമ്പോട്ടാകുന്നില്ല. അതിന്റെ പിന്നെ പ്രഥമ ഘട്ടം എന്നതിലുപരിയായിട്ട് അതൊരു വലിയ ഘട്ടമല്ല. വസീമുൽ ഉസ്താദ് തുടർന്ന് പറയുന്ന ചില ആളുകളുടെ മുഖത്ത് തന്നെ കരച്ചിൽ വെച്ച ആൾക്കാരുണ്ട്. പിന്നെ വെറുതെ പറഞ്ഞാൽ തന്നെ കരഞ്ഞു പോകും. അത് പിന്നെ പ്രകൃതമാണ്, അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രകൃതമാണ്. അതൊരിക്കലും ആത്മീയതയുടെ പാരമ്പര്യമല്ല എന്ന് മനസ്സിലാക്കണം.
അതിന് പിന്നെ കവ്വാലികളും അതേപോലുള്ള പിന്നെ ക്രിസ്ത്യൻ പിന്നെ ഡെവോഷണൽ സോങ്സ് കേട്ടിട്ട് അവിടെ തന്നെ കരയുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ ബിംബങ്ങളുടെ മുമ്പാകെ നിന്ന് കരയുന്ന ആളുകളെ കാണാറുണ്ട്. അള്ളാഹിനെ കുറിച്ച് ഓർക്ക് എങ്ങനെ നമ്മൾ കരയുന്നു അതേപോലെ തന്നെ തേങ്ങി കരയുന്ന ഇഷ്ടം പോലെ ആളുകൾ പിന്നെ ഭൗതിക വിശ്വാസികളെ നാം കാണാറുണ്ട്. അതിനെക്കുറിച്ച് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചു തുറന്നു പറയുന്നു, ഒരാള് പിന്നെ നിഷിദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അയാൾക്ക് സ്ഖലനവും അതേപോലെ തന്നെ അനുഭൂതികളും ലഭ്യമാകാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അനുവദനീയമായ നിലയിലും അതുതന്നെയാണ് ലഭ്യമാകുന്നത്. അത് വിചാരിച്ച് പിന്നെ അനുഭൂതിയും ബാക്കിയൊക്കെ ഒരേപോലെ ഉണ്ടെങ്കിലും ഒറിജിനൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ പ്രകൃതിയിൽ അള്ളാഹു അവന് നിശ്ചിതമായിട്ടുള്ള അനുഭൂതി അവന് നിർഭരമായ അനുഭൂതി അവന് ലഭിച്ചു എന്നല്ലാതെ ആ യഥാർത്ഥത്തിലുള്ള ബന്ധം അള്ളാഹുമായിട്ട് വരുന്നില്ല. അതിന് മുമ്പ് ഉണ്ടാകേണ്ട ഒരു സ്ഥലം മാത്രമാണ് ഈ പ്രഥമ ശ്രേണിയുടെ ആദ്യത്തെ പടി മാത്രമാണ് ഈ അനുഭൂതി നിർഭരമായിട്ടുള്ള അവസ്ഥ. ഇത് ഉണ്ടാകുന്നതിന് വേണ്ടി ഇത് പിന്നെ ഒരാൾക്ക് കൊടുക്കുന്ന റഹ്മാനിയത്താണ്. അതായത് നിരുപാധികം ആണ് നൽകിയതാണ്. അവന്റെ പ്രകൃതത്തിലാണ് ഇട്ടത് പോയിട്ടുണ്ട്. കുട്ടിക്കാലം പോലെയാണ്. ചെറിയ കുട്ടിക്ക് പിന്നെ അധികം കരച്ചിൽ കൂടുതലായിരുന്നു, തൊട്ടനൊക്കെ കരയും. അതിന് കാരണം അവന് പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടാവുക. പല കാര്യങ്ങളും അവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വിചാരിച്ചാൽ കരയില്ല. ഇതേപോലുള്ള പിന്നെ ഒരു കുട്ടിയുടെ സ്വഭാവമാണ് മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ ആദ്യം കയറുന്നത്. അവന് കിട്ടാനുള്ള വളരെ വലിയ കാര്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അവന് ഇനി വരാനുണ്ട്. പക്ഷെ അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ കുട്ടിയെപ്പോലെ കാണുന്ന കരയുന്ന ഒരു സ്വഭാവം അവന്റെ മനസ്സിൽ അള്ളട്ട് കൊടുക്കുന്നതാണ്. അത് കിട്ടൽ നിർബന്ധമാണ്. കിട്ടാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല. ആദ്യം കയറിയെങ്കിലേ നിവൃത്തിയുള്ളൂ. അപ്പൊ അതുണ്ടാക്കണം. അതിനെക്കുറിച്ച് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നിരന്തരം നീണ്ട ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാം. മസീഹ് മൗഊദ് സ്വന്തം അനുഭവിക്ക് പറയുന്നത് താനിങ്ങനെ ഇരുന്നിട്ട് തനിക്കത് കിട്ടാനായിട്ട് വെപ്രാളം വരും. അതിനെ മസീഹ് മൗഊദ് പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചിട്ട് അയാൾക്ക് അനുഭൂതി ഇല്ലെങ്കിൽ അയാൾ ആ പാടം ബേജാറായി പോകും. അന്നെ വേണ്ടിയിട്ട് ഏത് ഡോക്ടറെ കാണണം, എങ്ങനെ പോകണം, ചെയ്യണം എന്നുള്ള തിരക്കിലായി പോകും. ഇതേപോലെ നമസ്കാരത്തിൽ അനുഭൂതി ഇല്ലെങ്കിൽ ബേജാറായിരിക്കണം. കാരണം അവരുടെ പ്രകൃതത്തിൽ അള്ളാഹു ഇട്ട സ്ഥാനം അവൻ എന്തോന്ന് കിട്ടുന്നില്ല. മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആ ജീവിതത്തിൽ ഒരിക്കൽ അങ്ങേറ്റം ബേജാറായി പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്താണ് ചെയ്യുക, നമസ്കാരത്തിൽ അനുഭൂതി എനിക്ക് കിട്ടില്ല, പിന്നെ ഞാനെന്തിനു ജീവിക്കണം, ഇത് എന്റെ ഈ ഒരു അവസ്ഥയാണ് എന്റേതെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ ജീവിക്കുന്നത്. മസീഹ് മൗഊദ് ബേജാറായി യാതൊരു വിധത്തിലും നിക്കപ്പുറതിയില്ലാതെ പുറത്തേക്ക് ചുറ്റാൻ പോയി. അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ 2-3 ആളുകൾ കള്ളു കുടിക്കുന്നതാണ്, മദ്യപിക്കുന്ന ആളുകൾ. അതിലൊരാള് കുടിച്ച് സിക്ക് സമൂഹപ്പെട്ട ആൾ. ഒരാൾ കുടിച്ചിട്ട് കൊടുത്തിട്ട് അയാൾ കുടിച്ചിട്ട് 3 ആളും ഓരോ 3 ഗ്ലാസ് വെച്ച് കഴിക്കാൻ. അപ്പൊ ഒരാൾക്ക് ലഹരി വരുന്നില്ല. അപ്പൊ അവൻ കള്ളിനെ ചീത്തറിയില്ല. അപ്പൊ മറ്റാൾ 1 ഗ്ലാസ് വെച്ച് കൊടുത്ത് അപ്പോഴും അതേമാതിരി തന്നെയാണ്. 2-3ാമത്തെ ഗ്ലാസ് വെച്ചപ്പോൾ ഇയാളെ കള്ളിലുണ്ടോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹുദൂറിങ്ങനെ നിന്നിട്ട് നിർനിമേഷനായി നിന്ന് കാണുമ്പോൾ ഉടനെ തന്നെ താൻ പുറപ്പെട്ടതിന്റെ ഉത്തരം കിട്ടി. യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയും അത് കിട്ടുന്നവരെ കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മാർഗം എന്നുള്ളത് ഇത് മനസ്സിലാക്കിയത്. അതിനുശേഷം മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് 20ഓളം സമയങ്ങളിൽ ഞാൻ സ്വന്തം പിന്നെ മസീഹിന്റെ റൈറ്റിംഗ്സിൽ 20ഓളം സമയങ്ങളിൽ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇത് കിട്ടുക എങ്ങനെ ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാർ. അതിനൊക്കെ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ഭാഗത്ത് കൊടുത്തൊരു മറുപടി പിന്നെ ഇത് നമ്മളെ കൊണ്ട് സ്വന്തം ഉണ്ടാക്കാനുള്ള പ്രകൃതി റഹ്മാനിയത്താണ്, നമ്മൾ ഉണ്ടാക്കിയുണ്ടാവുന്നതല്ല. പക്ഷെ നമ്മൾ റഹ്മാനിയത്ത് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ തയ്യാറായിട്ടുള്ള റഹ്മാനിയത്തിന്റെ കണ്ട് കാര്യമില്ല. ഇപ്പൊ സൂര്യന്റെ പ്രകാശം റഹ്മാനിയത്താണ്, അത് വാലടച്ചിരുന്ന കിട്ടില്ല, സൂര്യനുള്ള സ്ഥലത്തേക്ക് എത്തണം. മഴയുടെ റഹ്മാനിയത്താണ്, മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ശേഖരിച്ചു വെക്കണം, അല്ലെങ്കിൽ റഹ്മാനിയത്താണ് തന്നെ സാധ്യത. ഇതേപോലെ റഹ്മാനിയത്തായിട്ട് അള്ള തന്നെ തരുന്നതാണ്, നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എത്തുമ്പോൾ നമ്മളത് കണ്ണടച്ച് നിൽക്കാൻ പാടില്ല, അതിനോട് മുഖം തിരിച്ച് നിൽക്കാൻ പാടില്ല. ഇതാണ് മുസ്ലിമിന്റെ ഒരു തത്വം. മറ്റൊന്ന്, അതിന് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ഒളിവ് ചെയ്യാം. നമസ്കരിക്കുമ്പോൾ എങ്ങനെ കൈകാലുകൾ വെക്കണം അതേപോലെ കൈകാലുകൾ വെക്കുക, എങ്ങനെ ദുആ ചെയ്യണം അതേപോലെ ദുആ ചെയ്യുക, ഇതിനു വേണ്ടിയും ദുആ ചെയ്യുക. അങ്ങനെ എനിക്കത് കിട്ടുന്നില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. പിന്നെ അള്ള ഒരു സമയം തരും എന്ന് മസൂദ് തീർത്തു പറയണ ഒരാളോട് മത്സരത്തിൽ വരുന്നവരെ പിന്നെ വളരെ സങ്കടത്തോടു കൂടിയിട്ട് മസൂദിനോട് ഒരു സാബി എന്ന് പറയുന്നു, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, അള്ള തീർച്ചയായിട്ടും നിനക്ക് തരുന്നു, അത് തരാതിരിക്കില്ല. വാസ്തവത്തിൽ ആ അനുഭൂതി ഒരിക്കൽ കിട്ടിയ അവന്റെ ജീവിതത്തിലുള്ള എല്ലാ നമസ്കാരം ശരിയായി എന്നാണ് മസൂദ് പറയുന്നത്. കാരണം അത് അവിടുന്ന് അങ്ങോട്ടേ പിന്നെ പോവുള്ളൂ, പിന്നെ വരില്ല. അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. അത് കിട്ടിയിട്ടില്ലേ അത് രക്ഷയില്ല എന്നും പറഞ്ഞു. വേറൊന്ന് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്റെ ഒരു ദുആ, മസീഹ് മൗഊദിന്റെ ഒരു ദുആ, റബ്ബേ നിന്റെ അനുഗ്രഹങ്ങൾക്കുമേൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ദർശിക്കൂ, പക്ഷെ അതിന് നന്ദി കാണിക്കേണ്ട സ്ഥലങ്ങളിൽ നന്ദികേടുകൾ മാത്രമേ എനിക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. റബ്ബേ നിന്റെ കാരുണ്യങ്ങൾക്കുമേൽ കാരുണ്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഞാൻ നിന്റെ കാരുണ്യങ്ങൾ കൊടുക്കേണ്ട വില എവിടെയും നൽകിയിട്ടില്ല. റബ്ബേ നീ എന്റെ പേരിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ തല കുനിഞ്ഞു പോകുന്നു,
പക്ഷെ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള നന്ദി പ്രകടനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എന്റെ മുഖം കാണിക്കാൻ കഴിയാത്ത വിധത്തിൽ അപമാനിതനാണ്. എന്റെ റബ്ബെ, എന്റെ പാപങ്ങൾ ഏതുവരെ എന്ന് വെച്ചാൽ എന്റെ ഹൃദയത്തെ കാഠിന്യമാക്കി മാറ്റിയിരിക്കുന്നു. എന്റെ മനസ്സ് പാറ പോലെ ഉറച്ചുപോയിരിക്കുന്നു. എനിക്ക് എന്റെ പ്രകൃതിയിൽ വെച്ചിട്ടുള്ള ആ തേങ്ങൽ എന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അഥവാ മുസ്ലിം നീണ്ടെഴുതുവാണ്. മുസ്ലിം പറയാണ്, റബ്ബെ, എന്റെ പാപങ്ങൾ എന്റെ തേങ്ങലിന്റെ മധ്യത്തിൽ വന്ന് തടയിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതൊരു തടസ്സമായി മാറിയിരിക്കുന്നു. നീ അതിനെ മാറ്റിത്തരികയും ഹൃദയത്തെ പക്വമാക്കി തരികയും എന്റെ ഹൃദയത്തെ നീ അലിയിക്കുകയും തേങ്ങൽ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് നീ തിരിച്ചു തരികയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുന്നു. മസീമത് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ വിധത്തിലുള്ള ഒരു ദുആ, അത് ഉറുദുവിലുള്ള ഒരു ഭാഗമാണ്. ആർക്കും ആവശ്യമില്ല, ഞാൻ എഴുതരാം. അത് അങ്ങനെ തന്നെ കണ പഠിക്കാറ്റും ഞാൻ എന്നോട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ പഠിക്കാൻ എന്ന് വെച്ചാൽ അത് ആ ഓർഡറിൽ പഠിക്കാൻ കഴിയില്ല. ആശയത്തിൽ നമുക്ക് പറയാമെങ്കിലും അത് വളരെ ശക്തിമത്തായ ഒരു ദുആ ആണെങ്കിലും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ദുആ കൂടിയാണ്. കാരണം അതൊരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി മസീഹ് ഇസ്ലാത്തു വസ്സലാം സ്വന്തം ചെയ്തിട്ടുള്ള ദുആണ്. ആ ദുആ മസീഹ് ഇസ്ലാത്തു വസ്സലാം പറയുന്നു. ആ ദുആ എന്ന് മനസ്സിലാവുന്ന ഒരു സംഗതി, നമ്മളുടെ ഭൗതിക വ്യവഹാരങ്ങളിലുള്ള പാപപങ്കിലമായ ജീവിതമാണ് തേങ്ങലിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ്. അതിന്ന് വിമുക്തിയാണ് തേങ്ങലിലേക്ക് എത്താനുള്ള മാർഗം. അപ്പം അത് എവിടെയാണോ അവിടെ അതിന് വിമുക്തി വന്നിട്ട് എത്താൻ കഴിയില്ല. അതിനെക്കുറിച്ച് ഓർത്തിട്ട് കരയാം. മസീമത് വെക്കുന്ന പോയിന്റ് ഇതാണ്. അവിടുന്ന് തിരിച്ച് നമ്മളെല്ലാം കഴിഞ്ഞ പിന്നെ നമ്മൾ അള്ളാഹിനെ നമസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ചാടി പോരാൻ കഴിയുന്ന നമ്മളെ ശ്രമങ്ങൾ എത്രയുണ്ട്. പക്ഷെ അതേ സമയത്ത് അതിന് എനിക്ക് റബ്ബേ നിന്റേത് ഇപ്പുറത്ത് കിട്ടുന്ന ഇത് അത് ഇങ്ങനെ വാർത്തൊരു സംഗതി എന്നുള്ളത് ഓർത്തുള്ള തേങ്ങല് അവിടെ വെച്ചിട്ടുള്ള ഒരു അപമാനിതനായിട്ട് അള്ളാഹുവിന്റെ തിരുമുമ്പിൽ കുനിയുന്ന ഒരവസ്ഥ അവിടെ വെച്ച് ആണ് ഈ തേങ്ങല് ലഭ്യമാകുന്നത്. ചുരുക്കത്തിൽ നമസ്കാരത്തിൽ ലഭ്യമാകേണ്ട ഖുശൂ ആണ് യഥാർത്ഥത്തിൽ, അഥവാ തേങ്ങലടിച്ച് കരയുന്നത്. അതിന് മസീഹ് ഇസ്ലാത്തു വസ്സലാം പറയുന്ന ഒരു ഭാഗങ്ങൾ വായിച്ചു നിർത്താം. रूहानी वजूद का खुशू और रिक्कत और सोज गुदार की हालत जो नमाज याद मोमिन को मुयस्सर आती है. ആത്മീയ ജീവിതത്തിൽ മനുഷ്യന് ലഭ്യമാകേണ്ട തേങ്ങലും അവന്റെ കരച്ചിലും അവന്റെ ആർദ്ര മനോഭാവമാണ് മനുഷ്യന് ദൈവസ്മരണയിലും അതേപോലെ തന്നെ നമസ്കാരത്തിലും ലഭ്യമാകേണ്ടത്. यानी गुदाजिश और रिक्कत और फरोतनी और इज्जत और नियाज और रूह का इंतजार एक तड़प और तलक पे तपिश अपने अंदर पैदा करना. അതായത് അങ്ങേയറ്റത്തെ പുകഞ്ഞുകൊണ്ടുള്ള മനസ്സ്, തേങ്ങലടിച്ചുകൊണ്ടുള്ള മനസ്സ്, അള്ളാഹുവിന് മുമ്പിൽ തലകുനിച്ച് റബ്ബെ ഞാൻ അങ്ങേയറ്റം നിസ്സഹായനാണ് എന്ന നിലയിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം കൊഞ്ചി കുണുങ്ങി സംസാരിക്കുന്നത്. അതൊരു വല്ലാത്ത പ്രയോഗമാണ് മസീഹ്. നമ്മൾ കുട്ടികൾ കരയുമ്പോൾ കൊഞ്ചി കരയാണ്. അതായത് സ്നേഹത്തിന്റെ പേരിലും അതേപോലെ തനിക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. രണ്ടും ഉണ്ടാവും. സ്നേഹം വിടാൻ കഴിയില്ല, അതേസമയത്ത് കിട്ടാനുള്ള സങ്കടം ഉണ്ടാവും. ഈ രണ്ടും കൂടി നിലയിലുള്ള ഒരവസ്ഥയിൽ അള്ളാഹുവിനോട് കരയാം. ഇതിനെക്കുറിച്ച് മസീഹ് മറ്റൊരിക്കൽ പറഞ്ഞത്, ചില അള്ളാഹുവിന്റെ ഔലിയാക്കള് നമസ്കരിക്കുന്നത് കണ്ടാൽ അവർക്ക് വേറെ ആരെങ്കിലും കണ്ട ചമ്മലാണ്, ക്ഷയമായി പോകുന്നു. അതായത് മസീഹ് പറഞ്ഞ വാക്ക്, അവരൊക്കെ വ്യഭിചരിക്കുന്ന ഒരാളെ കണ്ടാൽ അയാളെങ്ങനെ നാണം അപമാനിതനാകുന്നു, അതേപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ കടന്ന് കൊഞ്ഞി കരയുന്ന കണ്ടിട്ട് വേറൊരാൾ കണ്ടാൽ അയാൾക്ക് സങ്കടപ്പെട്ടു പോകും. അതുകൊണ്ട് രഹസ്യമായിട്ടാണ് അധികം നഫലായിട്ടുള്ള നമസ്കാരങ്ങൾ നമസ്കരിക്കാറുള്ളത് എന്നുകൂടി മസീഹ് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് കരഞ്ഞു ചോദിക്കുന്ന ഒരവസ്ഥ, അള്ളാഹുലേക്ക് പൂർണ്ണമായും കുനിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് ഇതിൽ നിന്ന് ലഭ്യമാകേണ്ടത്. ഇതേ വാക്ക് തന്നെ ഈ ഒരു 4-5 പേജിൽ 6 പ്രാവശ്യം എടുത്തു പറയുന്നത്. അത്രയും പ്രാധാന്യത്തോടുകൂടിയാണ്. അത് 5-6 പേജിനുള്ളിൽ 6 പ്രാവശ്യം മസീഹ് ഇസ്ലാത്തു വസ്സലാം ഇതേ വാക്ക് തന്നെ, വാക്കുകൂടി മാറ്റുന്നില്ല, അത് തന്നെ ആവർത്തിച്ച് എടുത്തു പറയുന്നത്. ലാസ്റ്റ് പറയാണ്, യഹി സുന്നത്തുള്ള ബനി ആദം के लिए जारी है, बस जबकि वो नमाज और याद इलाही खुशू की हालत इख्तियार करता है तब अपने तरह रहमियत के फैजान के लिए मुस्तैद बनाता है. അള്ളാഹുവിന്റെ സുന്നത്ത് സൃഷ്ടികളിൽ മനുഷ്യവർഗത്തിൽ അള്ളാഹു നൈരന്തര്യത്തോടുകൂടി നിലനിർത്തിയിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. അതായത് അവൻ നമസ്കാരങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്മരണയിൽ ഈ തേങ്ങലോട് കൂടിയുള്ള ആർദ്ര മനോഭാവം അവൻ സ്വീകരിക്കുമ്പോൾ അള്ളാഹു തന്റെ വ്യക്തിത്വത്തെ അഥവാ റഹീമിയത്തിന്റെ അനുഗ്രഹത്തെ അവന് വേണ്ടി നൽകുന്നതിന് വേണ്ടി പെട്ടെന്ന് തയ്യാറായി അവൻ നിൽക്കുന്നു. അതായത് പിന്നീട് റഹ്മാനിയത്തിലാണ് കിട്ടിയത്, അടുത്തത് റഹീമിയത്തിന്റെ ഘട്ടത്തിലേക്ക് അള്ളാഹു സ്വയം തയ്യാറായി നിൽക്കുന്നു. അതിനെ മസീഹ് വിവരിക്കുന്ന മറ്റൊരു രംഗം, ഒരു കുട്ടി ഓടിക്കേറിയിട്ട് തന്റെ മാതാവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓടി കയറുമ്പോൾ മടിയിൽ കയറിയിരിക്കുമ്പോൾ മാതാവിന്റെ
പിന്നെ സ്ഥലത്തിൽ നിന്ന് ക്ഷീരം പാല് തെറിച്ചു വരുന്നത് പോലുള്ള ഒരവസ്ഥ അള്ളാഹുവിന്റെ ഈ കരഞ്ഞുള്ള തേങ്ങൽ കാണുമ്പോൾ അള്ളാഹുന് ആ റഹ്മാനിയത്തിൽ തേങ്ങൽ കൊടുത്ത അള്ളാഹ് തന്നെ രണ്ടാമത് റഹീമിയത്തിലേക്ക് അത് പ്രവേശിക്കുന്നു. അള്ളാഹ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിൽ ആ തേങ്ങലടിക്കുന്ന ഒരാളെ കിട്ടുന്നു. ഹദീസിൽ വരുന്നു, റബ്ബിനോട് ചോദിച്ച് റബ്ബ് തന്റെ പിന്നെ അടിമയെ വെറും കൈയോടുകൂടി വിടുന്നതിനേക്കാൾ അള്ളാഹ് വളരെയധികം രോഷമുള്ളവനാണ്, അഭിമാനമുള്ളവനാണ്. വെറും കൈയോട് വിടുന്നതിന് അള്ളാന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറയുന്നത്, നമസ്കാരത്തിൽ കിട്ടേണ്ട ആ ഒരു പിന്നെ സമാധാനത്തിന് വേണ്ടി ആ തേങ്ങലിന് വേണ്ടി കരഞ്ഞിട്ട് വെറുതെ വിടുന്നത് അള്ളാഹുന്റെ അഭിമാനത്തിന് യോജിച്ചല്ല. കാരണം മനുഷ്യൻ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നോട് മനുഷ്യൻ തീർത്തു പറയാം. ബാക്കി